ഹലോ, വെൽക്കം ടു സ്റ്റഡി ആൻഡ് ലേൺ വിത്ത് മീ. എല്ലാവരും ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോസിലെ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ SSLC ബയോളജിയിലെ ചാപ്റ്റർ 4 കീപ്പിംഗ് ഡിസീസസ് എവേ, അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ പ്രധാനമായും 5 രോഗങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ബാക്ടീരിയൽ രോഗമായ ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം, വൈറസ് രോഗമായ എയ്ഡ്സ്, പ്രോട്ടോസോവൽ രോഗമായ മലേറിയ അഥവാ മലമ്പനി, ജനറ്റിക് ഡിസീസായ ഹീമോഫീലിയയും ആൻഡ് ലാസ്റ്റ് എബൌട്ട് ക്യാൻസർ. ഈ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കോമൺ കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ കോമൺ കാര്യങ്ങൾ എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് നെയിം ഓഫ് ദ ഡിസീസ്, രോഗത്തിൻ്റെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് കോസറ്റീവ് ഓർഗാനിസം അല്ലെങ്കിൽ പാത്തജൻ. കോസറ്റീവ് ഓർഗാനിസം അല്ലെങ്കിൽ പാത്തജൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്, രോഗകാരി. അടുത്തത് വെക്റ്റർ. എന്താണ് വെക്റ്റർ? വെക്റ്റർ ഈസ് ആൻ ഏജൻറ്റ് വിച്ച് ക്യാരീസ് ആൻഡ് ട്രാൻസ്മിറ്റ്സ് ആൻ ഇൻഫെക്ഷ്യസ് പാത്തജൻ ഇൻ ടു അനദർ ലിവിങ് ഓർഗാനിസം. അടുത്തത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് ഡിസീസ് സ്പ്രെഡ് ആവുന്നത്? ഈസ് ഇറ്റ് ത്രൂ എയർ, വാട്ടർ? അതിനെക്കുറിച്ചാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷനിലൂടെ പറയുന്നത്. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ രോഗലക്ഷണങ്ങൾ, ട്രീറ്റ്മെൻറ്റ്, ചികിത്സ രീതി. സോ ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് എല്ലാ ഡിസീസസിലും നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അതിൽ വെക്ടർ മാത്രമാണ് എല്ലാ ഡിസീസിലും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ലാത്ത കാര്യം. ബാക്കി എല്ലാ പോയിൻറ്റ്സും എല്ലാ ഡിസീസസിലും നമ്മൾ പഠിക്കേണ്ടതാണ്. സോ ഫസ്റ്റ് നമുക്ക് ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം എന്ന രോഗത്തിനെ കുറിച്ച് പഠിക്കാം. ഇതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. സോ നെയിം ഓഫ് ദ ഡിസീസ് ട്യൂബർകുലോസിസ്. ഇതിൻ്റെ പാത്തജൻ അഥവാ രോഗകാരി അല്ലെങ്കിൽ കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ്. ഇനി ഇതിൻ്റെ മേജർ സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ: ലോസ് ഓഫ് ബോഡി വെയ്റ്റ്. അടുത്തത് ഫെറ്റീഗ്. ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണം. പെർസിസ്റ്റൻ്റ് കഫ്, സ്ഥിരമായ ചുമ. അടുത്തത് ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. എങ്ങനെയാണ് ഈ ഡിസീസ് സ്പ്രെഡ് ആവുന്നത്? ഇതൊരു എയർബോൺ ഡിസീസാണ്. ഇറ്റ് ഈസ് സ്പ്രെഡിങ് ത്രൂ എയർ. വെൻ ദ പേഷ്യൻറ്റ് സ്പീക്സ്, കഫ്സ് ഓർ സ്നീസസ്, ദ പാത്തജൻ സ്പ്രെഡ് ഇൻ ടു ദ എയർ ആൻഡ് ദെർബൈ ടു അതേഴ്സ്. അങ്ങനെ എയറിലൂടെ ഇത് സ്പ്രെഡ് ആവുന്നു ഈ ഡിസീസ്. ഇനി മെയിൻലി ഈ ഡിസീസ് എഫക്റ്റ് ചെയ്യുന്നത് ലങ്സിനെയാണ്. വിച്ച് ആർ ദ ഓർഗൻസ് ഓർ ബോഡി പാർട്സ് ദാറ്റ് ആർ എഫക്റ്റഡ് ബൈ ദിസ് ഡിസീസ്? ട്യൂബർകുലോസിസ് മെയിൻലി എഫക്ട്സ് ദി ലങ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ലങ്സിനെയാണ് ഈ രോഗം മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ കിഡ്നീസ്, ബോൺസ്, ജോയിൻറ്റ്സ്, ബ്രെയിൻ എക്സെട്ര ആർ ഓൾസോ എഫക്റ്റഡ് ബൈ ദിസ് ഡിസീസ്. ഇനി ഈ രോഗത്തിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ട്രീറ്റ്മെൻറ്റ്, ചികിത്സാ രീതി: ബൈ അഡ്മിനിസ്റ്ററിങ് ആൻറ്റിബയോട്ടിക്സ്. And there is a vaccine which is used to prevent tuberculosis. BCG വാക്സിൻ ആണ് ട്യൂബർകുലോസിസ് വരാതെ ഇരിക്കാൻ വേണ്ടി എടുക്കുന്ന പ്രിവെൻറ്റീവ് ആയിട്ടുള്ള വാക്സിൻ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വൈറസ് രോഗമായ എയ്ഡ്സിനെ കുറിച്ചാണ്. എയ്ഡ്സ് എന്ന് പറയുന്നത് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രമാണ്. ഇതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം അഥവാ രോഗകാരി HIV വൈറസാണ്. HIV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹൗ ഡസ് HIV മൾട്ടിപ്ലൈ ഇൻ ദ ഹ്യൂമൻ ബോഡി? HIV enters the body and multiplies using the genetic mechanism of the lymphocyte. അതായത് ഇവിടെ HIV വൈറസ് ഹ്യൂമൻ ബോഡിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇവിടെ ഹോസ്റ്റ് സെല്ല് അല്ലെങ്കിൽ ആതിഥേയ കോശമായിട്ട് ആക്ട് ചെയ്യുന്നത് ഹ്യൂമൻ ലിംഫോസൈറ്റുകളാണ്. ഈ ലിംഫോസൈറ്റുകളുടെ അഥവാ ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തി വൈറസ് പെരുകുന്നു. അങ്ങനെ ആതിഥേയ കോശങ്ങൾ നശിക്കുന്നു. HIV multiplies using the genetic mechanism of the lymphocyte. Hence, the number of lymphocyte decreases considerably and reduces the immunity of the
ബോഡി. ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് HIV പെരുകുമ്പോൾ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷിയും കുറഞ്ഞു വരുന്നു. നമുക്കറിയാം നമ്മുടെ ബ്ലഡിലെ WBC വൈറ്റ് ബ്ലഡ് സെൽസിലെ ലിംഫോസൈറ്റുകൾ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി തരുന്ന സെൽസാണ്. അപ്പോൾ ഇവിടെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുമ്പോൾ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയും കുറയുന്നു. അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറയുന്ന അവസ്ഥ വരുമ്പോൾ ശരീരത്തിലേക്ക് മറ്റേത് പാത്തജൻസ് വരാനുള്ള സാധ്യത കൂടുകയും ആ പാത്തജൻസ് കാരണം ഉണ്ടാവുന്ന രോഗങ്ങൾ വരികയും അങ്ങനെ അതിലേതെങ്കിലും ഒരു രോഗം മൂർച്ഛിച്ച് ആ വ്യക്തി മരണപ്പെടുന്നു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ വേസ് ബൈ വിച്ച് HIV സ്പ്രെഡ്സ് ഓർ വാട്ട് ആർ ദ വേസ് ബൈ വിച്ച് വൺ ഗെറ്റ്സ് ഇൻഫെക്റ്റഡ് വിത്ത് HIV. ഫസ്റ്റ് പോയിന്റ്, ത്രൂ സെക്ഷുവൽ കോണ്ടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ. സെക്കൻഡ് പോയിന്റ്, ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ദ ഫീറ്റസ്, HIV പോസിറ്റീവായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്. അടുത്ത പോയിന്റ്, ബൈ ഷെയറിംഗ് നീഡിൽ ആൻഡ് സിറിഞ്ച് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കമ്പോണൻറ്റ്സ്. അടുത്ത പോയിന്റ്, ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV. സോ ദീസ് ആർ സം ഓഫ് ദ വേസ് ബൈ വിച്ച് വൺ ഗെറ്റ്സ് ഇൻഫെക്റ്റഡ് വിത്ത് HIV. അടുത്തത്, എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ് ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്സ്, കഫിംഗ്, സ്നീസിങ് എക്സെട്ര, by through insects like mosquitoes, houseflies, etc., by staying together and sharing food, by using the same toilet, by taking bath in the same pond. ഇതുവഴിയൊന്നും എയ്ഡ്സ് സ്പ്രെഡ് ആവില്ല. ലോക എയ്ഡ്സ് ദിനം December 1 ആണ്. അതിൻ്റെ പ്രതീകമായിട്ട് റെഡ് റിബൺ അണിയാറുണ്ട്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടോസോവൽ ഡിസീസായ മലേറിയ അഥവാ മലമ്പനിയെക്കുറിച്ചാണ്. ഇവിടെ ഇതിൻ്റെ പാത്തജൻ അല്ലെങ്കിൽ രോഗകാരി എന്ന് പറയുന്നത് പ്ലാസ്മോഡിയമാണ്. ആൻഡ് ദർ ഈസ് എ വെക്ടർ വിച്ച് ഈസ് ട്രാൻസ്മിറ്റിംഗ് ദിസ് പാത്തജൻ ഇൻ ടു ദ ഹോസ്റ്റ്. അപ്പോൾ ഇവിടെ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കാരിയർ, പാത്തജനെ ക്യാരി ചെയ്യുന്നതാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയാണ്. ആൻഡ് host is the human. So plasmodium is transmitted by female Anopheles mosquito into the human body. ഇതിൻ്റെ സിംറ്റംസ് ആണ് ഹൈ ഫീവർ വിത്ത് ഷിവറിങ്, വിറയലോട് കൂടിയ കടുത്ത പനി, പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, അമിത വിയർപ്പ്. പിന്നെ മറ്റ് സിംറ്റംസ് ആണ് ഹെഡേക്ക്, തലവേദന, വൊമിറ്റിംഗ്, ഛർദി, ഡയേറിയ, വയറിളക്കം ആൻഡ് അനീമിയ, വിളർച്ച. അപ്പോൾ ഇതൊക്കെയാണ് മലേറിയൽ ഡിസീസിൻ്റെ സിംറ്റംസ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ജനറ്റിക് ഡിസീസസിനെ കുറിച്ചാണ്. അതിൽ ഫോക്കസ് ഏരിയയിൽ ഹീമോഫീലിയയെക്കുറിച്ച് മാത്രമേ ജനറ്റിക് ഡിസീസസിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഹീമോഫീലിയയെ ബ്ലീഡേഴ്സ് ഡിസീസ് എന്നുകൂടെ അറിയപ്പെടുന്നു. April 17 ആണ് ഹീമോഫീലിയ ഡേ എന്നറിയപ്പെടുന്നത്. What is hemophilia? Hemophilia is the condition in which excess blood is lost even through minor wounds. രക്തം കട്ട പിടിക്കാനാകാത്ത അവസ്ഥയിൽ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി ബ്ലഡ് നഷ്ടപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ. ഇനി എങ്ങനെയാണ് ഈ ഹീമോഫീലിയ ഡിസീസ് ഉണ്ടാവുന്നത്? വാട്ട് ഈസ് ദ കോസ് ഫോർ ഹീമോഫീലിയ? രക്തം കട്ട പിടിക്കാൻ സഹായകമായ ചില പ്രോട്ടീനുകളുണ്ട്. ഈ പ്രോട്ടീനുകളുടെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നത് ജീനുകളാണ്. ഈ ജീനുകൾക്കുണ്ടാകുന്ന തകരാറ് മൂലമാണ് ഹീമോഫീലിയ ഡിസീസ് ഉണ്ടാവുന്നത്. ഇനി എങ്ങനെ ഈ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാം? ടെമ്പററി റിലീഫ് ഈസ് പോസിബിൾ ബൈ ഇൻജെക്റ്റിംഗ് ദ ഡെഫിഷ്യൻറ്റ് പ്രോട്ടീൻ ടു ദ പേഷ്യൻറ്റ്. തകരാറിലായ പ്രോട്ടീൻ ഏതാണെന്ന് കണ്ടെത്തി താൽക്കാലികമായി അതിന് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ലാസ്റ്റ് പോർഷനാണ് ക്യാൻസർ. വാട്ട് ഈസ് ക്യാൻസർ? ക്യാൻസർ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ ഒക്കേഴ്സ് ആൻഡ് ദീസ് സെൽസ് സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. ഇവിടെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്യാൻസർ എന്ന രോഗത്തെ നേരത്തെ തന്നെ തിരിച്ചറിയുക എന്നതാണ്. ഏർലി ഡയഗ്നോസിസ് ഓഫ് ദ ക്യാൻസർ ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ ദി ട്രീറ്റ്മെൻറ്റ്. വാട്ട് ആർ ദ കോസസ് ഓഫ് ക്യാൻസർ? എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, പരിസ്ഥിതി ഘടകങ്ങൾ, സ്മോക്കിംഗ്, പുകവലി, റേഡിയേഷൻസ്, വികിരണം,
വൈറസസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, പാരമ്പര്യ ഘടകങ്ങൾ, ഓൾട്രേഷൻസ് ഇൻ ജനറ്റിക് മെറ്റീരിയൽ, ജനിതക മാറ്റങ്ങൾ, ഇതെല്ലാമാണ് ക്യാൻസറിൻ്റെ കോസസ്. അടുത്തത് പഠിക്കാനുള്ളത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. വാട്ട് ആർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ? ഫസ്റ്റ് വൺ, സർജറി, കീമോതെറാപ്പി, രാസചികിത്സ, റേഡിയേഷൻ തെറാപ്പി, വികിരണ ചികിത്സ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏർലി ഡയഗ്നോസിസ് ഓഫ് ദ ക്യാൻസർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദി ട്രീറ്റ്മെൻറ്റ്. സോ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ള പോർഷൻസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റൊരു ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.